CBSE +2 റിസൾട്ടിന്റെ വാല്യൂഷനിലെ വലിയൊരു അപാകതയാണ് നമ്മൾ കാണുന്നത്. ആൻസർ കീയുമായിട്ട് വെച്ച് നോക്കുമ്പോൾ അർഹിച്ച മാർക്ക് കിട്ടാതെ പോകുന്നു. ഹലോ ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. ഈ +2 പരീക്ഷ എന്ന് പറയുന്നത് പാവകളി എന്ന് വിചാരിക്കുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ആണ് നമ്മുടെ നാട്ടിലുള്ളത് എന്ന് അറിയാതെ ഓർത്തു പോവാണ്, വിഷമത്തോടെ ഓർത്തു പോവാണ്. കാരണം CBSEയുടെ കാര്യം തന്നെയാണ്. +2 CBSE കുട്ടികൾ തന്നെ 1 മുതൽ 10 വരെ പഠിക്കുന്നു. എന്തിനാണ്? 10ലെ സർട്ടിഫിക്കറ്റ്, അത് വെച്ച് അടുത്ത പ്രവേശനം, അത് കഴിഞ്ഞ് 2 വർഷം അവർ വീണ്ടും കഷ്ടപ്പെട്ട് പഠിക്കുന്നു. +2ലെ സർട്ടിഫിക്കറ്റ്, നല്ലൊരു ഡിഗ്രി കോഴ്സ്, അതിന്റെ കൂടെ കോച്ചിങ്ങിന് പോകുന്നവരുണ്ട്, നീറ്റ് നോക്കുന്നവരുണ്ട്, JEE, അതുപോലെ തന്നെ കീം. ഇതിന്റെ എല്ലാം ബേസ് മാർക്ക് എന്ന് പറയുന്നത് CBSE ആയിക്കോട്ടെ, സ്റ്റേറ്റ് ആയിക്കോട്ടെ, +2 മാർക്കാണ്. അപ്പോൾ അവർ ഇഷ്ടപ്പെട്ട ഒരു സ്ട്രീം എടുത്ത് ഈ 2 വർഷം അതാത് ക്യാമ്പസുകളിൽ, അതാത് സ്കൂളുകളിൽ പോയി കഷ്ടപ്പെട്ട് പഠിക്കുന്നത് കൃത്യമായിട്ടുള്ള മാർക്ക്, അവർക്ക് അർഹതപ്പെട്ടുള്ള മാർക്ക് കിട്ടി അവരുടെ അടുത്ത കരിയർ സേഫ് ആക്കാനാണ്. അങ്ങനെയുള്ള ആ ഒരു മൈൻഡ് സെറ്റുള്ള കുട്ടികൾക്കിടയിലേക്കാണ് വെറുതെ വലിയൊരു കെടുകാര്യത്തോടുകൂടി വളരെ കെയർലെസ് ആയിട്ട് നമ്മൾ ഈ കാണിച്ച പോലെ തന്നെ വാല്യൂഷനുകൾ നോക്കി, അതും ഓൺലൈനിലൂടെ ഒക്കെ ഓൺ സ്ക്രീൻ ആയിട്ട് നോക്കി കുട്ടികൾക്ക് കിട്ടേണ്ട അർഹതയുള്ള മാർക്ക് ഇപ്പോൾ വളരെയധികം കുറഞ്ഞു വന്നതിന്റെ പേരിൽ അധ്യാപകരും രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും ഒറ്റക്കെട്ടായിട്ട് CBSE എന്ന് പറയുന്ന സ്ഥാപനത്തിനെതിരെ ഇപ്പോൾ പ്രതിഷേധങ്ങൾ വലിയ രീതിയിൽ ഉണ്ടാകുന്നത്. ഇതെന്ന് പറയുന്നത് വലിയൊരു കെടുകാര്യസ്ഥതയാണ്. നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഈ വരുന്ന യുവജനതയ്ക്ക് പുല്ലുവില കൽപ്പിക്കുന്ന തരത്തിലുള്ള ഒരു തീരുമാനമാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വലിയ അപാകതയാണ്. നീറ്റ് റദ്ദാക്കിയത് നമ്മൾ കണ്ടു. ഇപ്പോൾ CBSEയിൽ പോലും പല വിദ്യാർത്ഥികൾ പറയുന്നത് ആ കുട്ടി വിചാരിക്കുന്നതിനേക്കാളും വളരെ വലിയൊരു വേരിയേഷൻ ഉണ്ടായി. ഇപ്പൊ മൂല്യനിർണ്ണയത്തിൽ ആ വ്യത്യാസമുണ്ട്, പുനർമൂല്യനിർണ്ണയത്തിൽ ഡേറ്റ് അവർ മാറ്റുന്നു, അല്ലെങ്കിൽ പരാതികൾ കേൾക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എത്ര വിദ്യാർത്ഥികൾക്കാണ്? 1, 2 ഒന്നുമല്ല, കേരളത്തിൽ തന്നെ നമുക്കറിയാം ഇപ്പോൾ വളർന്ന് ഓരോ കുട്ടികൾ ഇപ്പോൾ ഡിഗ്രി അഡ്മിഷൻ ആയിരിക്കും, അല്ലെങ്കിൽ അവർക്ക് ഈ പറയുന്ന പോലെ മെഡിക്കൽ സീറ്റ്, എഞ്ചിനീയറിംഗ് സീറ്റൊക്കെ സ്വപ്നം കണ്ട് പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളാണ്. അവർ നന്നായിട്ട് എഴുതുകയും ചെയ്തു. ആ എഴുതിയ പേപ്പറുകളെ ഈ പറയുന്ന വാല്യൂഷനിലെ ക്രമക്കേടുകൾ കാരണം, ശ്രദ്ധയില്ലായ്മ കാരണം, സിസ്റ്റത്തിന്റെ ഫെയിലിയർ കാരണം വിദ്യാർത്ഥികളുടെ മാർക്ക് കുറയുമ്പോൾ അത് ആ കുട്ടിയുടെ മാത്രമല്ല, ആ കുട്ടിയെ പ്രതീക്ഷിക്കുന്ന ആ കുടുംബത്തിന്റെ ആകെ സ്വപ്നങ്ങളെ കൂടി നമ്മുടെ ഗവൺമെന്റ് തന്നെ തകർക്കുന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ തെരുവുകളിലേക്ക് ഇറങ്ങുന്നത്, വലിയ പ്രതിഷേധമായിട്ട് വരുന്നത്. ഇത്തരത്തിലുള്ള ഒരുപാട്, ഞാൻ ആദ്യം കാണിച്ച പോലുള്ള ഒരുപാട് തെളിവുകൾ പല വിദ്യാർത്ഥികളും ആൻസർ കീ വച്ചുൾപ്പെടെ കാണിക്കുന്നുണ്ട്. സോ ഇതിൽ ഒരു കൃത്യമായിട്ടുള്ള തീരുമാനം, വിദ്യാർത്ഥികൾക്ക് സംതൃപ്തി നൽകുന്ന ഒരു തീരുമാനം, രക്ഷകർത്താക്കൾക്ക് വീണ്ടും വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു തീരുമാനം ഉണ്ടായില്ല എങ്കിൽ അത് നമ്മുടെ സിസ്റ്റത്തിന്റെ ഫെയിലിയർ ആണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. അത്രയധികം എഫേർട്ട് ഇട്ടിട്ടാണ് ഓരോ വിദ്യാർത്ഥിയും പരീക്ഷാ ഹാളുകളിലേക്ക് വന്ന് പരീക്ഷ എഴുതുന്നത്. ഉറക്കം ഒഴിഞ്ഞ രാത്രികളും ഈ പറയുന്ന വിജയം മാത്രം സെലിബ്രേറ്റ് ചെയ്യാൻ നാട്ടുകാരും എല്ലാവരും ഓടി വരും. പക്ഷെ അതിന്റെ പിന്നിലുള്ള എഫർട്ട് ആരും കണ്ടില്ലെന്ന് നടിക്കരുത്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഇതിൽ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ വേണ്ടി കാണാം.